Bismillahirrahmanirrahim. Bismillahirrahmanirrahim. Ar-Rahman Allamal Quran Ayakal Insan Allamahul Bayan Asyamsu wal Qamaru bihusban wan najmu wasyajar yasjudan. പ്രധാനമായിട്ടുള്ള ലക്ഷ്യങ്ങളിൽ ഒന്നാണ് ഖുർആനിന്റെ ഏത് ഭാഗവും ഫ്ലുവൻ്റ് ആയിട്ട് അക്ഷരപ്പിശകില്ലാതെ തജ്വീദോടുകൂടി പാരായണം ചെയ്യാൻ അവരെ പ്രാപ്തരാവുക എന്നത്. ആ ഒരു രീതിയിൽ കുട്ടികൾ ആദ്യം മുതൽ സൂറത്തുൽ ഫാത്തിഹ മുതൽ സൂറത്തുൽ നാസ് വരെ പാരായണം ചെയ്ത് തീർത്തിരിക്കുകയാണ്. 5 കുട്ടികളാണ് ഇവിടെ അതിന് റെഡിയായിട്ട് ഉള്ളത്. കൂട്ടത്തിൽ ഐസാപ്പി എന്ന മോൾ സെക്കൻഡ് ഹത്തം, അവള് ഒന്നാമത്തെ ഹത്തം സ്കൈ 2 പൂർത്തിയായ ഉടനെ തന്നെ തീർത്തിട്ടുണ്ടായിരുന്നു ആ വെക്കേഷൻ ടൈമിൽ. അങ്ങനെ 6 കുട്ടികളാണ് ഇന്നിവിടെ ആദരിക്കപ്പെടുന്നത്. നമുക്കറിയാം, നമ്മളൊക്കെ ഏത് വർഷമാണ് ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഓതി തീർത്തത് എന്ന് നമ്മൾ മാതാപിതാക്കളൊന്ന് ചിന്തിച്ചു നോക്കിയാൽ അറിയാവുന്നതാണ്. ഏതായാലും ആ ഒരു ലക്ഷ്യത്തിലേക്ക് അവർ എത്തിച്ചേർന്നിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. ഇനി ഖുർആനിന്റെ ഈ ഒരു ഖുർആൻ ഓതി തീർക്കുകയാണ് ചെയ്തത്. അതിന്റെ ആശയത്തിലേക്ക് അവർ പോയിട്ടില്ല. ഇൻഷാ അല്ലാഹ് ഭാവി അതിനും അവർക്കാവട്ടെ, അതിന്റെ ആശയം കൂടുതലായിട്ട് പഠിക്കുവാനും ജീവിതത്തിന്റെ ഏത് മേഖലയിൽ ചെന്നാലും ഖുർആനിനെ അടിസ്ഥാനമാക്കിക്കൊണ്ട് തന്നെ ജീവിക്കണം എന്ന നിർബന്ധ ബുദ്ധിയും കൂടെ അവർക്ക് ഉണ്ടാവട്ടെ. അതിനുള്ള അടിത്തറയായി മാറട്ടെ മനസ്സിലെ ഈ പഠനം എന്ന് കൂടെ ആശംസിക്കുകയാണ്. ഇതിനവരെ പ്രാപ്തരാക്കിയ അധ്യാപകര് തുടക്കം മുതൽ അക്ഷരങ്ങൾ പെറുക്കി വായിച്ചത് മുതൽ അവരെ ഈ ഒരു റീഡിങ്ങിലേക്കും റെസിറ്റേഷനിലേക്കും എത്തിക്കാൻ വേണ്ടിയിട്ട് പ്രാപ്തരാക്കിയ അധ്യാപകരെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൂട്ടത്തിൽ എല്ലാവിധ പ്രാർത്ഥനകളും അവർക്കുമായിട്ട് ചെയ്യുകയാണ്. അതുപോലെ തന്നെ രക്ഷിതാക്കളുടെ വളരെ വലിയൊരു എഫേർട്ട് ഇതിൻ്റെ പിന്നിലുണ്ട്. അവരുടെ സമയം, കുട്ടികളുടെ മൂഡ് അനുസരിച്ച് കുട്ടികളുടെ താല്പര്യമുള്ള സമയം അവർക്ക് വേണ്ടി മാറ്റി വെക്കുക എന്നുള്ളത് ഒരു പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ആ രക്ഷിതാക്കളെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കൂട്ടത്തിൽ പ്രാർത്ഥനകളും അവർക്കും അവരുടെ കുടുംബത്തിനും ഖുർആനിന്റെ വെളിച്ചം പകരട്ടെ, അവർക്ക് കുടുംബത്തിന് മുഴുവൻ അതിന്റെ ബർക്കത്ത് ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമ്മുടെ എല്ലാ വർഷവും ഉണ്ടാവുന്നത് പോലെ തന്നെ ആനുവൽ ഡേ ഡിക്ലറേഷനും കൂടെ അവിടെ നടത്താണ്. ഇൻഷാ അല്ലാഹ് ഫെബ്രുവരി 8 2ാം ശനിയാഴ്ചയാണ്, സെക്കൻഡ് സാറ്റർഡേ ആയിരിക്കും നമ്മുടെ ആനുവൽ ഡേ. ഇപ്പോഴത്തെ തീരുമാനപ്രകാരം അത് നമ്മൾക്ക് വിപുലമായിട്ട് തന്നെ നടത്താനാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ പേരൻസിൻ്റെയും സഹകരണം ആവശ്യപ്പെടുകയാണ്. അപ്പോൾ ആ ഡേറ്റ് ഒന്ന് ബ്ലോക്ക് ചെയ്തിടുക. ബാക്കിയുള്ള പരിപാടികളൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഇത്ര നേരത്തെ നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത്. ഫെബ്രുവരി 8ാം തീയതി ഇൻഷാ അല്ലാഹ്. വളരെ സന്തോഷകരമായ ഒരു ചടങ്ങിന് സാക്ഷ്യം വഹിക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. ടീച്ചർ പ്രിൻസിപ്പൾ പറയുമ്പോൾ ഞാനിങ്ങനെ എന്നെക്കുറിച്ച് തന്നെ ആലോചിക്കുകയായിരുന്നു. എൻ്റെ എത്രാമത്തെ വയസ്സിലാണ് ഞാനൊരു പ്രാവശ്യം ഖുർആൻ പൂർണ്ണമായി പാരായണം ചെയ്തത് എന്നത് എനിക്ക് തന്നെ ഓർമ്മയില്ല. വളരെ പ്രായം കൂടിയ വർഷമായിരിക്കും. എന്തായാലും ഒരു 10-30 വയസ്സിനൊക്കെ ശേഷമായിരിക്കും ഖുർആൻ ഒരു ആവർത്തിയൊക്കെ വായിക്കുക എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് എത്തിയിട്ടുണ്ട്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ പിഞ്ചു മക്കൾ ഇത്രയും ചെറിയ പ്രായത്തിൽ വളരെ സ്ഫുടതയോട് കൂടി അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നത് കേൾക്കുമ്പോൾ വല്ലാത്ത ഒരു സന്തോഷം തോന്നുകയാണ്. അക്ഷരങ്ങൾ അതിൻ്റെ മഹ്റജിൽ നിന്ന് ഉച്ചരിക്കാൻ ഈ പ്രായത്തിൽ തന്നെ ശീലിക്കുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു നേട്ടമായി തന്നെ കാണാവുന്നതാണ്. ഈ ഖത്തം പൂർത്തീകരിച്ച എല്ലാ പിഞ്ചുമക്കളെയും അതിനുവേണ്ടി കഠിന പ്രയത്നം ചെയ്ത മെൻറ്റേഴ്സിനെയും അവരുടെ രക്ഷിതാക്കളെയും ഞാൻ ഹൃദയം തുറന്ന് അഭിനന്ദിക്കുകയാണ്. അള്ളാഹു ഇതൊരു
നല്ല സാലിയായ കർമ്മമായി സ്വീകരിക്കുകയും അവൻ്റെ ജന്നാത്തിൽ ഫിർദൗസിൽ എത്തിച്ചേരാനുള്ള ഒരു വഴിയായി ഈ കർമ്മങ്ങളെ അള്ളാഹു മാറ്റുകയും ചെയ്യുമാറാകട്ടെ. നമ്മളെ രക്ഷിതാക്കൾ വളരെ ആശങ്കയോടുകൂടി പറയുന്ന ഒരു കാര്യമാണ്, ഈ സ്കൈ 3 കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടികൾ സാധാ സ്കൂളിലേക്ക് പോയി കഴിഞ്ഞാൽ അവരുടെ നിലവാരം പിന്നെ എന്താവും? ഇതിന് ഒരു തുടർ പഠന സാധ്യത ഇല്ലെങ്കിൽ ഇത് നിലനിർത്താൻ എന്താണ് വഴി എന്ന് പല രക്ഷിതാക്കളും നിരന്തരമായി നമ്മളോട് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന, ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ്. തീർച്ചയായും അടുത്ത വർഷം 2025 അക്കാദമിക വർഷത്തിൽ ഇൻഷാ അല്ലാഹ് നമ്മളെ 1-ാം ക്ലാസ് നമ്മളിവിടെ തന്നെ തുടങ്ങുമെന്ന് അറിയിക്കുകയാണ്. അതിന് നിങ്ങളെ രക്ഷിതാക്കളുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും സഹകരണവും നമുക്ക് ആവശ്യമാണ്. നിങ്ങളുടെ പൂർണ്ണമായ സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ മഹ്റജുകൾ, ഇതിൻ്റെ ഉത്ഭവസ്ഥാനം മനസ്സിലാക്കി ആ ഒരു അക്ഷരം പ്രൊണൗൺസ് ചെയ്യുക എന്നുള്ളത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇത്രയും ചെറുപ്പത്തിലുള്ള കുട്ടികൾ അത് കൃത്യമായിട്ട് പഠിച്ചു വരുന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. ഈ രക്ഷിതാക്കളെ സംബന്ധിച്ച്, നമ്മൾ ആ കുടുംബത്തെ സംബന്ധിച്ച് വലിയൊരു ഭാഗ്യമാണ്. ദീനിയായിട്ടുള്ള ദീനിൻ്റെ മാർഗത്തിൽ പണിയെടുക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് ഉപകരിക്കുന്ന, നാടിനും നാട്ടുകാർക്കും ദീനൊക്കെ ഉപകരിക്കുന്ന മക്കളായിട്ട് അവർ വളരുക എന്നുള്ള. ഈ മക്കൾ, ഈ നേടിയ മക്കൾക്ക്, നേടിയ മക്കൾ, അവർക്ക് കൂടുതൽ അതിൽ ചെയ്യുവാനും മറ്റുള്ളവർക്കും അതിൻ്റെ പാതയിൽ വരുവാനും ഒക്കെ സാധിക്കുമാറാവട്ടെ. അതുപോലെ നമ്മുടെ ഈ സ്ഥാപനം ഇപ്പോൾ ഉള്ള ഒരു നിലയിൽ നിന്ന് ഏറ്റവും നല്ല ഉന്നതമായ രീതിയിലേക്ക് അത് വളർന്ന് മറ്റുള്ള ഒരുപാട് ആളുകൾക്ക് ഗുണകരമായ രീതിയിൽ ഈ സ്ഥാപനം ഉരുത്തിരിഞ്ഞു വരട്ടെ എന്നും കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് മാഷാഅല്ലാ, സ്കൈ 3 ആയപ്പോൾ, പകുതിയായപ്പോൾ അവൾ ഉഷാറായി കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി. ഖുർആൻ ഓതുമ്പോൾ ആദ്യമൊക്കെ ഓരോ അക്ഷരങ്ങൾ എണ്ണിപ്പെറുക്കി അപ്പം എനിക്ക് വലിയ ടെൻഷനായി. അപ്പോൾ ഞാൻ 1-2 ആൾക്കാരോടൊക്കെ ചോദിച്ചു, സ്കൈ 3 കഴിയുന്ന ആൾക്കാരോട്, നിങ്ങളുടെ മക്കളൊക്കെ എങ്ങനെയാണ്? അപ്പോൾ അവർ പറഞ്ഞു സ്കൈ 1 സ്കൈ 3 ഒക്കെ അങ്ങനെയൊക്കെ പോകുമ്പോൾ സ്കൈ 3 എത്തുമ്പോൾ അവർക്ക് നല്ല ഉഷാറാണ്. ലാസ്റ്റ് ആവുമ്പോൾ മാഷാഅല്ലാ, അള്ളാഹ് എത്ര സ്തുതിക്കാണ്. ഇപ്പോൾ ലാസ്റ്റായപ്പോൾ അവൾ സ്വന്തമായിട്ട് 1 പേജ് 2 പേജൊക്കെ ഓടാൻ തുടങ്ങി. അപ്പോൾ ഭയങ്കര സന്തോഷം. ഈ ഇവൻസിലെല്ലാ ടീച്ചേഴ്സിനും വഹിക്കുന്ന എല്ലാവർക്കും എൻ്റെ ഇതെന്ന് പറയുന്നത് അവർക്ക് പഠിച്ചോണ്ടക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്നുണ്ട്. പിന്നെ ഈ നിലക്ക് പഠിപ്പിച്ചു വന്ന ഈ അധ്യാപകർക്ക് 1000 എന്ന് പറഞ്ഞാൽ പോരാ, അതിനേക്കാൾ കൂടുതൽ അഭിനന്ദനങ്ങളൊക്കെയാണ്. അതിനേക്കാൾ ഉപരി അള്ളാഹുവിൻ്റെ ഏറ്റവും ഉയർന്നമായ സ്ഥാനമായ ഫിർദൗസ്, ആ ഫിർദൗസിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം അനുഗ്രഹിച്ചുകൊണ്ട് സ്ഥാനത്ത് അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുകയാണ്. തുടർച്ച ഉണ്ടാകുമെന്ന് കേട്ടപ്പോൾ വളരെ സന്തോഷം. അതിന് ഈ കമ്മിറ്റിയെ, മാനേജ്മെൻറ്റിനൊക്കെ അഭിനന്ദിക്കുകയാണ്. ഞാൻ പറഞ്ഞു, അഫ്ഷനും ഹെൻസയും, അവർ 2 പേർക്ക് ഞാൻ പറയും കേട്ടോ, ആൾക്കാരുണ്ട് അവർ പറയും. എന്നാലും ഒരു മുറ്റത്ത് ഒരു വീട്ടിൽ പലപ്പോഴും അവിടെ പോയിട്ടും ഇവിടെ പോയിട്ടും ഒക്കെയാണ് ഓതൽ. അവരുടെ മത്സരം എങ്ങനെ വെച്ചാൽ അവസാനം ഒരു പിരിമുറുക്കത്തിലേക്ക് എത്തി. ആരാണ് അത് തീർക്കുക എന്നുള്ളത്. അങ്ങനെ ഒരാൾ തീർത്ത്, ആളെ പറയില്ല, ഒരാൾ തീർത്ത് ഉടൻ തന്നെ അവരുടെ ഉമ്മ ടീച്ചർക്ക് വിളിച്ച്, നിങ്ങൾ പ്രഖ്യാപിക്കരുത്, നിങ്ങൾ പ്രഖ്യാപിച്ചാൽ അപ്പുറത്തെ പ്രശ്നമാണെന്നില്ല. അങ്ങനെ ഒരാൾ പിറ്റേന്ന് ഹെവൻസ് ലീവ് എടുത്ത് നിരന്തരം മണിക്കൂറോളം 2-3 ജ്യൂസ് ഒരു ദിവസം കൊണ്ട് ഇരുന്ന് ഓതിയിട്ടാണ് പിറ്റേന്നേക്ക് 2 പേരെ പ്രഖ്യാപിക്കുന്നത്. അത്രമാത്രം അവർ തമ്മിൽ അവസാനത്തെ മത്സരമായിരുന്നു. ഏതായിരുന്നാലും അൽഹംദുലില്ലാഹ്
അക്ഷരത്തൊന്നും കൂടാതെ ഇങ്ങനെ ആദ്യം നേരത്തെ പറഞ്ഞ പോലെ പെറുക്കി ഓതി അവസാനം അത് നല്ല അക്ഷരങ്ങൾ ചിലപ്പോൾ തെറ്റുണ്ടാവും, പക്ഷേ അതിൻ്റെ മഹ്റജും അതിൻ്റെ പ്രൊനൗൺസിയേഷനൊക്കെ വളരെ ഉഷാറായിട്ട് തന്നെയാണ് നടക്കുന്നത്. അതിനി കിട്ടണമെങ്കിൽ ഇതിന് നൈരന്തര്യം ആവശ്യമുണ്ട്. ഇൻഷാ അല്ലാഹ് അതുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. പിന്നെ അഭിനന്ദിക്കേണ്ടത് ടീച്ചേഴ്സിനെ, അതിലെ മെൻറ്റേഴ്സിനെയാണ്. കാരണം അഫ്ഷീൻ്റെ കാര്യം എനിക്കറിയാം, അവന് വീട്ടിൽ നിന്ന് ഒരു സംഗതി നോക്കില്ല, നമ്മൾ നോക്കാൻ നമുക്ക് സമയം കിട്ടാറില്ല. നമ്മൾ കുറച്ചൊരു വലിയ ഫാമിലി ആയതുകൊണ്ട് വേറെ കുറേ കുട്ടികളുള്ളതുകൊണ്ട് അങ്ങനെ അവരൊക്കെ വിടലാണ്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും, ഖുർആൻ്റെ കാര്യം മാത്രമല്ല, അവന് പഠിക്കാനുള്ള ബാക്കിയുള്ള എല്ലാ വിഷയങ്ങളും ഇവിടുന്ന് പഠിക്കുന്ന വിഷയം തന്നെ ഉള്ളൂ. അവന് വീട്ടിൽ നിന്ന് അങ്ങനെ നോക്കാറൊന്നുമില്ല, അതിന് അവന് കിട്ടാറുമില്ല. പിന്നെ ചില സമയത്ത് ചില സംഗതികളൊക്കെ ചെയ്യുന്നല്ലാതെ അതിനൊരു തുടർച്ച വീട്ടിൽ നിന്നൊന്നും ഉണ്ടാകാറില്ല. ഏതായാലും അതിന് പിന്നിൽ പ്രവർത്തിച്ച അധ്യാപകരെ അവർക്ക് അഭിനന്ദിക്കല്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. അള്ളാഹു അവർക്കതിന് തക്കതായ പ്രതിഫലം നൽകട്ടെ. കാരണം പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഖുർആൻ പഠിക്കുകയും അത് പഠിപ്പിക്കുകയും ചെയ്തതിനേക്കാൾ ഉത്തമമായിട്ട് വേറെ ആരുമില്ല. ആ ഒരു സ്ഥാനത്തേക്ക് അവരെത്തട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രായത്തിൽ എന്തായാലും ഓതി തീർക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ ഒരു ഭാഗ്യൻ്റെ മോക്കുണ്ടായാൽ വളരെയധികം സന്തോഷമുണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ഓൾ ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്തണേ, എല്ലാവരും സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര ലാഗായിരുന്നു. ഒരു പെരിയോതും പിന്നെ ഹെവൻസിലെ കഥ പറയും, പിന്നെ അടുത്ത പെരിയോതും എന്നെയും കഥ പറയും. അപ്പോഴാണ് എല്ലാ കാര്യങ്ങളും ഒക്കെ ഓർമ്മ വരിക. അങ്ങനെ ഒരു പേജ് ഓതി തീർക്കണമെങ്കിൽ തന്നെ ഒരുപാട് സമയം വേണ്ടിയിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചതൊന്നും എവിടെ എത്തൂലെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് എനിക്കൊരു എക്സാം വന്നു. അപ്പോൾ പിന്നെ എനിക്ക് തീരെ ശ്രദ്ധിക്കാൻ കഴിയാതായി. ആ സമയത്ത് എൻ്റെ 2 ഉമ്മമാരും അതിന് സഹായിച്ചിട്ടുണ്ട്, അവരോട് നന്ദി പറയാണ്. പിന്നെ ഒരു കറുപ്പ് എത്തിയ സമയത്താണ് അവൾക്ക് അതിനെക്കുറിച്ചൊരു ബോധം വന്നത്. അപ്പോഴാണ് അഫ്ഷിനും അവളും തമ്മിലൊരു മത്സരം വന്നത്. പിന്നെ അവൾക്ക് ഇഷ്ടമുള്ള സമയത്തൊക്കെ ഓതലാണ്. ചിലപ്പോൾ ഞാൻ പറയുന്നത് മതി എന്ന് പറയാറുണ്ട്. പിന്നെ ഏതായാലും ഒരു 16 ജ്യൂസ് 15 ജ്യൂസ് എത്തിയപ്പം അപ്പോഴാണ് ഭയങ്കരമായിട്ട് മത്സരമായി. അതുവരെ പറഞ്ഞു ഓരോ ജ്യൂസ് കഴിയുമ്പോൾ എന്തെങ്കിലും സമ്മാനം വേണമെന്നൊക്കെ പറഞ്ഞു. പിന്നെ അതൊന്നും ഓർമ്മയില്ല. പിന്നെ അങ്ങനെ ഓതിപ്പോയി. ഏതായാലും ഞാൻ വിചാരിച്ചതിനേക്കാളും നേരത്തെ തന്നെയാണ് അവള് ഹത്തമ് പൂർത്തീകരിച്ചത്. പിന്നെ നമ്മളിവിടെ ഉണ്ടാവില്ല. അപ്പോൾ ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് വന്നിരുന്നു. ലാസ്റ്റ് അത്ഭുതപ്പെടുത്തി. കാരണം ഓരോ സ്റ്റെപ്പ് എങ്ങനെ ഇത് കൂട്ടി വായിക്കുന്നത് അറിയാമെന്നുള്ളത് നമുക്കറിയില്ല. ലാസ്റ്റ് ഒരു വീഡിയോ ഇട്ട് വന്ന് കുറച്ച് ഖുർആൻ ആയത്തുകൾ ഓതികൾ കൂട്ടി വായിച്ചിട്ടുണ്ട്. അത് ഞാൻ ആകെ അത്ഭുതപ്പെട്ട സന്ദർഭം ഉണ്ടായിരുന്നു. അപ്പോൾ ഖുർആൻ നിലത്ത് വെക്കാത്തൊരവസ്ഥയായിരുന്നു. എപ്പോഴും TV കാണാനോ കളിക്കാനോ പോകാതെ ഇത് മാത്രം ഒരു ചിന്ത ഉള്ള ഒരാളായിരുന്നു. പിന്നെ വിളിച്ച് ചോദിക്കാണ് അഫീനോട് എവിടെ എത്തി എന്തും വൈകുന്നേരം എന്താണ് പറയും. ഞാൻ പിന്നെ കുറെ വണ്ടിമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുപോകും. എന്നാലും വരില്ല. അത്രയും ഭാഷയും ലാസ്റ്റത്തെ ഒരു ദിവസം ലീവാക്കി ഫുള്ളാക്കി ചേർത്താണ്. അപ്പൊ അതിന്റെ എല്ലാ കാര്യത്തിനും ഒരു ദിവസം മകൻ്റെ കുട്ടിയാണ് ഇവിടെ, പേരമകനാ. ഈ എവൻസ് നമ്മൾ മുമ്പിലുണ്ടായിട്ട് എൻ്റെ മക്കളെ ഏതായാലും എൻ്റെ മക്കളൊക്കെ വലുതായി പോയിന്. പിന്നെ അവരുടെ മക്കളാണ് ഇവിടെ ചെറിയത്. ഏതെങ്കിലും ഒരു കുട്ടീനെ നമ്മൾ എവൻസ് പഠിപ്പിച്ച് പാസ്സായി സമ്മാനം വാങ്ങി പോരാൻ എൻ്റെ ജീവിതത്തിൽ കഴിയണം എന്നുള്ളൊരാഗ്രഹം എൻ്റെ മനസ്സിൽ വളരെ ഉണ്ടായിരുന്നു. അത് ഇൻഷാ അല്ലാഹ് ഇപ്പോൾ ഇതാക്കി തന്നെ വലിയ ഭാഗ്യം തന്നെ. അത് ഞാൻ അള്ളാഹുവിനോട് വളരെയധികം സ്തുതിക്കുന്നു. അൽഹംദുലില്ലാ, നല്ല രീതിയിലായി അവൻ്റെ സ്വഭാവം തന്നെ. അവന് നല്ല വൃത്തിയും നല്ല സംസാരവും നല്ല നാടും. ഇവിടെ ടീച്ചർമാർ എന്തൊക്കെ പറയും അതേ പ്രകാരം അവൻ ആ വൃത്തിയോടുകൂടെ ഓതേണ്ട സമയത്ത് ഓതും, വായിക്കേണ്ട സമയത്ത് വായിക്കും, കുടിക്കേണ്ട സമയത്ത് കുളിക്കും, പല്ല് വെക്കേണ്ട സമയത്ത് പല്ല് വെക്കും. ഇവിടുന്ന് കൊടുക്കുന്ന ആ ഉപദേശം നന്നായി എൻ്റെ മകൻ ജീവിതത്തിൽ പകർത്തിയത് കണ്ടപ്പോൾ തന്നെ എനിക്ക് വളരെയാണ് സന്തോഷം. ഏതായാലും നല്ല ഉഷാറാണ്. ഇപ്പം നമ്മളിപ്പോൾ വിചാരിക്കും ഹിഫുള്ളായാലും ഒക്കെ കുറച്ച് ഞാൻ മറന്നു പോവും. പക്ഷേ ഖുറാന് അവർക്ക് മറന്നു പോകില്ല കേട്ടോ. ഹിഫുള്ള് എപ്പോഴും മറന്നു പോകും. പക്ഷെ ഖുറാൻ ഓതിയത് എല്ലാ കാലത്തും ഇനി എപ്പോൾ വേണേലും ഓതാൻ ഒരു കൈ. ഇപ്പം മോള് ഫിൽസ് ആണെങ്കിലും പിന്നെ സ്കൂളിൽ നിന്നൊക്കെ ഖുറാൻ ഓതുമ്പോൾ നല്ല ട്യൂണിലായിട്ട് ഓതും. എന്നാലും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഓള് നല്ല ട്യൂണിൽ
നല്ല അക്ഷരസ്ഫുടതയോട് കൂടിയിട്ട് അതാണ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് ഓതാനും ഒക്കെ കഴിയുന്നുണ്ട്. ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുത്താൽ പെട്ടെന്നോള് ക്യാച്ച് ചെയ്യണം. അതാണ് ഇപ്പോൾ ഹെവൻസിനെ കൊണ്ടുള്ള ഉപകാരം. പണ്ട് ഹെവൻസ് ചേർത്തുമ്പോൾ എല്ലാവരും പറഞ്ഞേനു, അതായത് ഹിഫിള് പഠിച്ചിട്ടൊന്ന് കുറച്ച് കഴിഞ്ഞാൽ അതൊക്കെ മറന്നു, അതുകൊണ്ട് കാര്യമില്ല എന്നാണ് എല്ലാവരും പറഞ്ഞത്. പക്ഷെ ഹിഫിള് ഇപ്പം ഞമ്മക്കായാലും ഞമ്മക്കും മറന്നു പോകുന്നുണ്ട്. പക്ഷെ ഖുറാന് അതൊരിക്കലും പഠിച്ചു കഴിഞ്ഞാൽ, അക്ഷരങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരിക്കലും അത് മറന്നു പോകില്ല എന്നുള്ളതാണ്. അപ്പം ഹെവൻസ് ഒരു നഷ്ടമല്ല, എന്നും ഒരു അനുഗ്രഹമാണ് ഞമ്മക്കും. നമ്മളെത്രയോ കഷ്ടപ്പെടണമല്ലേ മദ്രസിലാകുമ്പോഴും, നമ്മൾ പാരൻസ് ഒരുപാട് കഷ്ടപ്പെടണം അതൊന്ന് പഠിച്ചെടുക്കാം. പക്ഷെ നമ്മൾ ഹെവൻസിൽ അക്ഷരങ്ങൾ പോലും നമ്മൾ അറിയാണ്ടാണ് ഒരു പഠിച്ചിട്ടുള്ളത്. അത് വലിയൊരു ഇതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് മക്കൾ ഇങ്ങനെ എന്തൊക്കെ ഫുള്ളാക്കുന്നതിൽ. അൽഹംദുലില്ലാ. വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇവിടെ ഞങ്ങൾ നിൽക്കുന്നത്. ഇന്നലത്തെ ഞങ്ങളുടെ ഫാമിലി വാട്സപ്പ് ഗ്രൂപ്പിൽ മോളാണ് മെസ്സേജ് അയക്കുന്നത്, പാപ്പച്ചി ഞാൻ കത്തം തീർത്തു. അത് കേട്ടപ്പോൾ സന്തോഷത്തോടുകൂടി എൻ്റെ കണ്ണ് നനഞ്ഞു പോയിട്ടുള്ളത്. അതിന് ഇതിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവരും പേരെടുത്ത് പറയുന്നില്ല. അള്ളാഹുവിൻ്റെ അനുഗ്രഹവും തോഫീക്കൊക്കെ നൽകുമാറാകട്ടെ. നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മുടെ മക്കൾ, ഈ മക്കൾ വളർന്നു വന്ന് നമ്മൾക്ക് അനുഗ്രഹമായി കണ്ണിന് കുളിർമയായിരുന്ന മക്കളായി മാറാനും നമ്മളെല്ലാവരെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസ് ശ്രദ്ധിച്ചു കൊടുക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹെവൻസിന് ഒരുപാട് ഉദ്ദേശ ലക്ഷ്യങ്ങളുണ്ട്. നമ്മുടെ മക്കളുടെ ജീവിതം, അവരുടെ സംസ്കാരം, അവർ ഈ ഒരു സമൂഹത്തിന് ഏറ്റവും ഗുണകരമായ രീതിയിൽ നല്ലൊരു സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഹെവൻസ് അതിൻ്റെ അടിത്തറ പാകിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ മക്കളെ ആ ഒരു ലക്ഷ്യത്തിലേക്ക് നമുക്ക് എത്തിക്കേണ്ടതുണ്ട്. അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ.